വയനാട് കാരാപ്പുഴ ഡാമിന്റെ തീരത്ത് അതിമനോഹരമായ ഒരു ഗ്രാമമുണ്ട്, നെല്ലറച്ചാൽ. തണുത്ത കാറ്റും കുളിർമയുള്ള കാഴ്ചകളും കാണാൻ നിരവധി ആളുകൾ എത്തുന്നുണ്ടെങ്കിലും വിനോദസഞ്ചാര മേഖലയായി ഇന്നും നെല്ലാറ അറിയപ്പെട്ടിട്ടില്ല. തിക്കിലും തിരക്കിലും പെടാതെ ടിക്കറ്റ് എടുക്കാതെ വയനാട്ടിൽ കാണാനൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അതാണ് നെല്ലാറച്ചാൽ. നെല്ലാറച്ചാലിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ കാഴ്ചവട്ടത്തിൽ പ്രേക്ഷകർക്കായി നമ്മൾ ഒരുക്കുന്നത്. വയനാട്ടിലെ പ്രധാന ഡാമുകളിലൊന്നായ കാരാപ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്താണ് പ്രകൃതി രമണീയമായ നെല്ലാറച്ചാൽ സ്ഥിതി ചെയ്യുന്നത്. കാരാപ്പുഴ ഡാമിലേക്കാണ് സഞ്ചാരികൾ കൂടുതലും എത്താറ്. എന്നാൽ കാരാപ്പുഴയേക്കാൾ ഭംഗിയുള്ള സ്ഥലമാണ് ഡാമിന് മറുഭാഗത്തുള്ള നെല്ലാറച്ചാൽ. നെല്ലാറച്ചാലിലെ അസ്തമയം കാണാനായി നിരവധി സഞ്ചാരികൾ എത്തുന്നു. നെല്ലാറച്ചാൽ എന്ന് പറഞ്ഞാലേ കരതീർന്ന പ്രകൃതി സൗന്ദര്യമാണ്. ഏറ്റവും കൂടുതൽ ഈ സുഖമുള്ള കാറ്റ്, വിശാലമായ ഈ ലേക്ക്, അതേപോലെ ഇവിടെ കാണുന്ന ഫിഷിങ്, പക്ഷികള്, ആമ്പൽ പൂക്കള്, ഒരു ഭയങ്കര അനുഭവം തന്നെയാണ് നെല്ലാറച്ചാല്. കാരാപ്പുഴ ഡാം നിർമ്മിക്കുന്നതിന് മുൻപ് കൃഷിയിടങ്ങളും വയലുകളും ഒക്കെയുള്ള സ്ഥലമായിരുന്നു നെല്ലാറച്ചാൽ. നിറയെ മത്സ്യസമ്പത്തുള്ള ഡാമിലെ മീൻ പിടിക്കാനായി നിരവധി മീൻപിടുത്തക്കാരുമുണ്ട്. ചേട്ടാ, എന്തൊക്കെ മീനുകളാ അപ്പോ ഇതിൽ നിന്ന് കിട്ടാറ്? എന്തൊക്കെ ഇനങ്ങളാണ്? പിലോപ്പിയ, റോഹ്, ചെമ്പല്ലി, കട്ട്ല. ഇന്ന മീനുകളൊക്കെ എവിടെ കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ? സൊസൈറ്റി രാവിലെ മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ഇട്ടിട്ട് രാവിലെ എടുക്കും. മുൻപ് ജീപ്പ് സർവീസ് ഒക്കെ നടത്തിയിരുന്ന റോഡ് ഉണ്ടായിരുന്നു. ഡാം വന്നതോടെ കൃഷിയിടങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി. കാരാപ്പുഴ ഡാം നിർമ്മാണത്തിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു ടാർ റോഡാണ്. ഇപ്പോൾ ആ ടാർ റോഡ് പോയി അവസാനിക്കുന്നത് ഈ ഡാമിനകത്താണ്. ഡാമിന്റെ റിസർവോയറിന് ആ ഭാഗത്താണ് ഈ ടാറിട്ട റോഡ് പോയി അവസാനിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ കാണുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഡാമിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി മണ്ണ് കുഴിച്ചെടുത്തത്. മേപ്പാടിയിൽ നിന്ന് നെടുമ്പാല വഴിയും അമ്പലവയലിൽ നിന്ന് മഞ്ഞപ്പാറ വഴിയും നെല്ലാറച്ചാലിലെത്താം. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കി നെല്ലാറച്ചാൽ സഞ്ചാരികൾക്കായി തുറന്നു നൽകിയാൽ വയനാടിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കും ആൽബിൻ മാത്യുവിനുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.